പരീക്ഷ ആയിട്ടുണ്ട്, പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പക്ഷേ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ വേഗം മറന്നു പോകാൻ സാറേ. ഇതാണ് മെജോറിറ്റി കുട്ടികളുടെയും പ്രശ്നം. പഠിച്ച കാര്യങ്ങൾ വേഗം മറന്നു. കാരണം നമുക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് അല്ല, കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ചുറ്റും കാണുന്ന പല കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് കയറുന്നുണ്ട്. മറവി മനുഷ്യ സഹജമാണ്, മറന്നു പോകും. ഇതെങ്ങനെ നമുക്ക് ഓർക്കുകയും അതിനുള്ള മെത്തഡാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്ന 143. എന്താ 143 എന്ന് പറഞ്ഞാൽ? 143 ഐ ലവ് യു ഇല്ലേ? നിങ്ങൾ പലപ്പോഴും ഒരിക്കലും മറക്കാത്ത, നിങ്ങൾ പലപ്പോഴും ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ 143 അല്ലേ? എന്നാൽ ഞാനിത് വെറുതെ പറയണ, ഇപ്പോൾ ആ പരിപാടി നിർത്തിക്കോ. നമ്മുടെ മെത്തേഡ് 143 അല്ല, 147 ആണ്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നമ്മുടെ മനസ്സിൽ പരീക്ഷ കഴിയുന്നവരെ എന്നല്ല, എന്തില്ല 143 ഇല്ല, ഓൺലി എന്താണ് 147. എന്താണ് 147? ഈ 147 ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് പഠിച്ച കാര്യത്തെ എങ്ങനെ എവിടേക്കല്ല, ഇവിടേക്ക് മാത്രമല്ല, ഇവിടെ ഹൃദയത്തിലേക്ക് നമ്മൾ അങ്ങനെ കയറ്റി വെച്ചിട്ട് പരീക്ഷയ്ക്ക് മാത്രമല്ല ലൈഫ് ലോങ് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഇത് വരുത്താൻ സാധിക്കും. അതാണ് ഈ 147 ടെക്നിക്ക്. എങ്ങനെയാണ് 147 ടെക്നിക്ക് വർക്ക് ചെയ്യാന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. സോ 147 ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു സോഷ്യൽ സയൻസ്, നിങ്ങൾ ഏതെങ്കിലും സബ്ജക്ട്, ഞാനിപ്പോൾ സോഷ്യൽ സയൻസ്, ഞാൻ ഹിസ്റ്ററി ടീച്ചർ ആയതുകൊണ്ട് സോഷ്യൽ സയൻസിലെ 4ാമത്തെ ടോപ്പിക് എന്ന ചാപ്റ്റർ നിങ്ങൾ എന്ത് പഠിക്കുകയാണ്? ആ 4ാമത്തെ ദ വെൽത്ത് ആൻഡ് ദ വേൾഡ് എന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു. വെൽത്ത് ആൻഡ് വേൾഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ, അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ്, ഏതെങ്കിലും നിങ്ങൾ പഠിച്ചു. ഇത് അതായത് 1ാം തീയതി നിങ്ങൾ മൺഡേയാണ് പഠിക്കുന്നത് കേട്ടോ, തിങ്കളാഴ്ചയാണ് 1ാം തീയതി, തിങ്കളാഴ്ച നിങ്ങൾ പഠിക്കുകയാണ്. തിങ്കളാഴ്ച പഠിച്ച ആ ചാപ്റ്റർ മൊത്തം നിങ്ങൾ പഠിച്ചു കേട്ടോ. നിങ്ങൾ ഓക്കെ പഠിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇത് മറന്നു, 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ മറന്നു. അങ്ങനെ മറന്നു പോവാതിരിക്കാൻ ഈ പഠിച്ച ദിവസം നിങ്ങൾ തിങ്കളാഴ്ച ആണെങ്കിൽ അതിൻ്റെ കറക്റ്റ് 4 ദിവസം കഴിഞ്ഞ്, 1ാം തീയതി നിങ്ങൾ പഠിച്ചു, 2, 3, 4, 4ാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യാണ്? അത് വ്യാഴാഴ്ച നിങ്ങൾ വീണ്ടും അത് പഠിച്ചു വെക്കണം. നിങ്ങൾ റിവിഷൻ നടത്തി വീണ്ടും 5ഉം 6ഉം കഴിഞ്ഞ് അടുത്ത പിന്നെ ഞായറാഴ്ച നിങ്ങൾ കറക്റ്റ് റിവിഷൻ. അതാണ് 147. നമ്മൾ പഠിച്ച കാര്യത്തെ മക്കളെ റിവിഷൻ നടത്താതെ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാവില്ല. അപ്പോൾ റിവിഷൻ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. അതാണ് ഈ പറഞ്ഞ 147 ടെക്നിക്ക്. 1, 4, 7 എന്ന ഇടവേളകളിലായി നിങ്ങൾ പഠിക്കണം. ഇത് നിഹാൽ സാർ വളരെ വെറുതെ ഒരു വീഡിയോക്ക് വേണ്ടി പറഞ്ഞു വന്ന കാര്യമില്ല. എനിക്ക് ഇംപ്ലിമെൻറ്റ് സക്സസ് ആയ ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇങ്ങനൊരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ആ സ്റ്റഡി ടൈം ടേബിൾ പ്രകാരം എന്തുണ്ടായിരിക്കണം? ഇന്ന ദിവസം ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ ദിവസം ഞാനത് വീണ്ടും റീകോൾ ചെയ്തിട്ടുണ്ട്, ഞാൻ വീണ്ടും അത് റിവിഷൻ നടത്തി എന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്കൊന്നും മാത്രമല്ല ലൈഫ് ലോങ് ആ കണ്ടന്റ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കും. അപ്പോൾ വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ പഠിക്കാനുള്ള സമയത്ത് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ അതിനൊക്കെ നമ്മൾ പരിഹാരമായി വീഡിയോ ചെയ്യും. അപ്പോൾ 147 ടെക്നിക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ മറക്കാൻ പാടില്ല. നിങ്ങൾ മറക്കേണ്ട ടെക്നിക്ക് ഏതാണ്? തൽക്കാലത്ത് നിങ്ങൾ മറക്കേണ്ട ടെക്നിക്ക് അത് 143 ടെക്നിക്കാണ്. സോ എന്താണ് 147 ഉറച്ചു നിൽക്കുക, നന്നായി പഠിക്കുക. ഇനി ഒരുപാട് സ്റ്റഡി ടിപ്സ് നിഹാൽ സാർ വരും. ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട, നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾ പഠിച്ച് നല്ല മക്കളായി മാറുക. സോ അടുത്ത ടിപ്സായി വരും.